ഹലോ ഗൈസ്, ജിയോഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ യൂട്യൂബിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അതായത് എത്ര വലിയ യൂട്യൂബർ ആയാലും എത്ര ചെറിയ യൂട്യൂബർ ആയാലും ഒരേപോലെ ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ. അതായത് നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അത് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ നല്ല ഗ്രോ ആയിട്ട് നല്ല രീതിയിൽ ഒരു 2-3 ലക്ഷമൊക്കെ മാസം പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ. അപ്പോൾ അവരായാലും താഴത്തെ തട്ടിലുള്ള ആൾക്കാരായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടിഞ്ഞു പോകും. അതായത് യൂട്യൂബ് നമ്മളെ എന്താക്കും, ഡൗൺ ആക്കും. അതായത് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കും എന്നൊക്കെ പറയാം. ചാനൽ ഫ്രീസ് ആവും. ചാനൽ ഫ്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ താന്ന് കിടന്നിട്ട് പിന്നെ നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കയറ്റുന്ന പോലെ അതേ കഷ്ടപ്പാടിൽ നമ്മൾ ആദ്യം തൊട്ടേ വീഡിയോ ചെയ്ത് കയറ്റി വരേണ്ടി വരും. അതായത് ഒരു 8000, 9000, 10000 ഒക്കെ വ്യൂസ് ഒരു ലോങ് വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ വ്യൂ ഒരു 15, 20, 100, 150 വ്യൂ അങ്ങനെ ആ ഒരു വ്യൂവിലേക്ക് മാറും. അപ്പം ഇങ്ങനെ മാറിയ ഒരുപാട് പേരുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ട്. എനിക്ക് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലല്ലാണ്ട് എൻ്റെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഫാമിലി ചാനലാണ്. ഫാമിലി വ്ലോഗ് ചാനലാണ്. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അതിൻ്റെ അകത്തിട്ടൽ. ആ വീഡിയോ അങ്ങനെ ഞാൻ ഒരു ചാനൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സുമായിട്ട് അത്യാവശ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവരുമായിട്ടൊരു കമ്പനി ഉണ്ട്. അപ്പം നമുക്കറിയാവുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് മികച്ച യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കോൾ ചെയ്യുമ്പോഴും പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയുന്ന നമ്മളെ അനുഭവങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത്. മെയിനായിട്ട് അല്ലാണ്ട് വേറൊരു ആളും പറഞ്ഞു കേട്ടതോ അല്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ നല്ല യൂട്യൂബേഴ്സിൻ്റെ ഫ്രണ്ട്സായ അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് നമ്മുടെ വീഡിയോ ഉൾപ്പെടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം. മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ഈ തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോ നല്ല കണ്ടീഷനായിട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ഡൗൺ ആവില്ല. കയറി വരുമ്പോൾ അത് കയറി തന്നെ പോകും. ഒരിക്കലും കയറിപ്പോയ ചാനൽ ഒരുപാട് പേരുടെ ചാനലുണ്ട്, അടിച്ചു വിട്ട് കയറി വന്നിട്ട് പെട്ടെന്ന് പിന്നെ ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെ ഡൗൺ ആവില്ല. ഡൗൺ ആവാണ്ട് നേരെ കയറി നല്ലൊരു നിലയിലെത്താനുള്ളൊരു മാർഗ്ഗമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇതുകൊണ്ട് മറന്നു പോകുന്നതിന് കറക്റ്റായിട്ട് 4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കെന്തായി, നമ്മൾ മനുഷ്യന്മാരല്ലേ, അപ്പോൾ മറന്നു പോകും. അപ്പോൾ മറന്നു പോകും, ആ പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ കാര്യം ഞാൻ വായിക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം ചാനലിൽ, അതായത് നമ്മുടെ സ്വന്തം ചാനലിൽ കയറി നമ്മൾ വീഡിയോ കാണുന്നതാണ് ആദ്യത്തെ നമ്മുടെ ചാനലിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം. എല്ലാവരും ചെയ്യാനുള്ള കാര്യമാണ്, എനിക്കറിയാം. എനിക്ക് മെസ്സേജ് അയക്കുന്ന വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ചെയ്യലുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ നമ്മളിടും. ലോങ് വീഡിയോ നമ്മളിട്ടിട്ട് ഷോർട്ട് വീഡിയോ പിന്നെ കുഴപ്പമില്ല. ലോങ് വീഡിയോൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലോങ് വീഡിയോ നമ്മളിടും ചാനലിൽ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം അപ്ലോഡാക്കി ലോങ് വീഡിയോ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാണും. നമ്മൾ ഫോണിലോട്ട് നമ്മുടെ യൂട്യൂബ് കയറിയിട്ട് നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ കയറും. വേറെ ഫോണിൽ നിന്നല്ല, നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ കയറും. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് കാണും. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തം പ്രൊഫൈലിൽ കയറിയിട്ട്, സ്വന്തം ജിമെയിൽ ഐ ഡിയിലുള്ള സ്വന്തം ഫോണിൽ നിന്ന് ആ പ്രൊഫൈലിൽ കയറിയിട്ട് വീഡിയോ ഒരു കാരണവശാലും കാണാൻ നിൽക്കരുത്. അത് ഭയങ്കര നെഗറ്റീവ് ചെയ്യുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു മോണിറ്റൈസേഷൻ ആകാത്ത ചാനൽ, ഒരാൾ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതേസമയം നമ്മൾ കണ്ടാലും നമ്മുടെ ചാനലിൻ്റെ വാച്ച് ടൈം കൂടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലായാലും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാച്ച് ടൈം ഒരുപാട് അത്യാവശ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മോണിറ്റൈസേഷനായി പൈസ മേടിക്കുന്ന ചാനലാണെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ വാച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് അവരുടെ എമൗണ്ട് കൂടും. അവരുടെ പേയ്മെൻറ്റ് ഓരോ മാസത്തെ പൈസ കൂടി വരും, ഡോളർ കയറും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യരുത്. കാരണം നമ്മൾ സ്വന്തം വീഡിയോ കണ്ടിട്ട്, നമ്മുടെ ചാനൽ നമ്മൾ തന്നെ വീഡിയോ കണ്ടിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അങ്ങ് വെച്ചാൽ പോരെ. അപ്പോൾ പിന്നെ നമുക്ക് മാസത്തിൽ എല്ലാ മാസവും ഈ വീഡിയോ ഓണാക്കി ഒരു വൈഫൈ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെ സഹായം വേണ്ടല്ലോ, നമുക്ക് തന്നെ ഓണാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്യാവശ്യം റീച്ച് കിട്ടുമല്ലോ. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ വാച്ച് ടൈം കൂടുന്നതുകൊണ്ട് സ്വന്തം വാച്ച് ടൈം സ്വന്തമായിട്ട് വീഡിയോ കണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് സ്വന്തമായിട്ട് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷൻ സമയത്ത് വാച്ച് ടൈം കൂടും.
അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള വാച്ച് ടൈമാണ് നമ്മുടെ വാച്ച് ടൈം വരുന്നത്. അപ്പോൾ അതൊരിക്കലും യൂട്യൂബ് അനുവദിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ സ്പോട്ടിൽ യൂട്യൂബ് ഒന്നെങ്കിൽ ചാനൽ ഫ്രീസാക്കും, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ വ്യൂ വല്ലാണ്ട് കുറയും. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് സ്വന്തം വീഡിയോ നമ്മൾ സ്വന്തം ചാനലിൽ കയറി കാണരുത്. ചില ആൾക്കാർക്ക് അറിയായിരിക്കാം, എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്കൊക്കെ അറിയാം സ്വന്തം വീഡിയോ കാണാൻ, പ്രൊഫൈൽ പേര് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർക്കും അറിയത്തില്ല സ്വന്തം വീഡിയോ കാണലുണ്ടാവും. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ടൈം മാറ്റി അപ്ലോഡ് ചെയ്യരുത്. അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നലെ എന്നെ ഒരു ചേട്ടൻ വിളിച്ചു. ഇന്നലെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ റീച്ച് ആകുന്നില്ല, എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു എത്ര നോക്കിയിട്ടും ചേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ ചാനൽ കയറുന്നത് ചേട്ടനെല്ലാം പക്കായാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഹാഷ്ടാഗ് കൊടുക്കുന്നത്, തമ്പനയിൽ അടിപൊളി തമ്പനയിൽ, ഒരു എവിടത്തും കാണാത്ത പോലത്തെ തമ്പനയിൽ എല്ലാം റെഡിയായി കൊടുക്കുന്നത്. പക്ഷേ ചേട്ടൻ്റെ ചാനൽ റീച്ച് ആകുന്നില്ല. അപ്പോൾ റീച്ച് ആകാത്തതിൻ്റെ കാര്യം എല്ലാ രീതിയിലും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം മനസ്സിലായി, ചേട്ടൻ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാ ദിവസം വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നല്ല വീഡിയോ ആണ്, കണ്ടന്റ് നല്ലതാണ്. ഞാൻ കയറി നോക്കി എല്ലാ സെറ്റപ്പും റെഡിയാണ്. ഞാൻ നോക്കുമ്പം നമ്മുടെ കാറ്റഗറി അടക്കം, റെക്കമെൻഡേഷൻ കാറ്റഗറി അടക്കം ഓണാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ചാനലിന് ഒരു സ്ഥിരതയില്ല. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ രാവിലെ 8 മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ആക്കും, വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടി പബ്ലിക് ആക്കി വെക്കും. അപ്ലോഡ് ആക്കുന്ന സമയത്ത് തന്നെ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, കയറുന്ന സമയത്ത് തന്നെ പബ്ലിക് ആക്കിയിട്ട് അങ്ങ് അപ്ലോഡ് ആക്കും. അത് ഏത് സമയത്ത് കയറുന്ന ആ സമയത്ത് അങ്ങ് കയറും വീഡിയോ. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ഒരു ചാനലുണ്ട്. അപ്പോൾ നമുക്ക് ചാനലിനകത്ത് നമ്മുടെ വ്യൂവേഴ്സ്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു പിടിയില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു പിടിയില്ല. ഏത് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ എപ്പം വരും, ഏതെങ്കിലും സമയത്ത് നമ്മുടെ വീഡിയോ വരും. അതുകൊണ്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു സമയം വേണം. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊരു സമയം. എല്ലാ ദിവസവും ഒന്നും അപ്ലോഡ് ചെയ്യണ്ട. 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ വീഡിയോ ഇടുക. പക്ഷേ വീഡിയോ ഇടുന്ന സമയം കറക്റ്റായിരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഇടരുത്. ഞാനിപ്പം എൻ്റെ വീഡിയോ, എൻ്റെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ മെയിൻ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോ 8:30-ക്കാണ്. കറക്റ്റ് ലോങ് വീഡിയോ 8:30-ക്ക്. ഞാൻ എല്ലാ ദിവസവും ചിലപ്പോൾ വീഡിയോ ഇടല്ല, 3 ദിവസം കൂടുമ്പോഴും 2 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടുള്ളൂ. പക്ഷേങ്കിൽ ഇടുന്ന വീഡിയോ കറക്റ്റ് 8:30-ന് ഇടുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഷോർട്ട് വീഡിയോ ഇടുന്നത് കറക്റ്റ് 6 മണിയാകുമ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആവും, കയറും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നിങ്ങൾ ഈ കാണുന്ന ഈ ചാനലിനകത്ത്, പുതിയ ടെക് ചാനലിനകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് 7:05-നാണ്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോ, ലോങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നമ്മൾ 7:05-ന് കറക്റ്റ് വീഡിയോ കയറും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ എന്നെ വെച്ച് തന്നെ ഉദാഹരണം പറയാൻ വേണമെങ്കിൽ, ഞാൻ സ്വന്തം പൊന്തിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഞാനിപ്പം ചെയ്യുന്ന ചാനൽ, ഇപ്പം നമ്മൾ ചെയ്ത ചാനൽ, ഞാനിപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 ദിവസമാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏകദേശം 8-9 ദിവസം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആകെ 8 വീഡിയോ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് ഉപകാരമുള്ള വീഡിയോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടായിരിക്കാം. എന്താണോ നമ്മുടെ ചാനലിന് അത്യാവശ്യം വ്യൂ ഉണ്ട്. ചില വീഡിയോ ഒക്കെ 2500-3000 വ്യൂ ഒക്കെ പോകുന്നുണ്ട്, റീച്ചായി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപകാരം ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല, കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും നല്ലോണം റീച്ച് ആവുള്ളൂ. അപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ടൈം മാറ്റി അപ്ലോഡ് ചെയ്തരുത്. ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ടൈം ഷെഡ്യൂൾ വെക്കാം. നമ്മുടെ ഓപ്ഷനിൽ പ്രൈവറ്റ് പബ്ലിക് അപ്ലോഡ് ചെയ്യുന്ന സമയത്തില്ല, പ്രൈവറ്റ് പബ്ലിക് അൺലിസ്റ്റഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ അടിച്ച് നമ്മൾ ക്ലോക്കിൻ്റെ അലാറം വെക്കുന്നത് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടൈം ഷെഡ്യൂൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം, നമ്മൾ സാധാരണ ക്ലോക്കിൽ അലാറം വെക്കുന്നത്, ഫോണിൽ അലാറം വെക്കാൻ അറിയാവുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. ഒരു ഫോണിൽ അലാറം വെക്കാൻ അറിയാത്ത ആൾക്കാർ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫോണിലൊക്കെ അലാറം വെക്കുന്നവരെ ഡേറ്റ് ഇടുക, ഡേറ്റ് ഇട്ടിട്ട് ടൈം സെറ്റ് ചെയ്ത് വെക്കുക, കറക്റ്റ് ടൈം. അപ്പം എല്ലാ ദിവസവും വീഡിയോ കയറുന്ന കറക്റ്റ് 1 സെക്കൻഡ് പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ വീഡിയോ കയറും ടൈം ഷെഡ്യൂൾ വെച്ചാൽ. പിന്നെ ആ ഷെഡ്യൂൾ വെച്ച സമയത്ത് നമ്മളൊരു മരിച്ച വീട്ടിലാണോ, നമ്മൾ റേഞ്ചില്ലാത്ത സ്ഥലത്താണോ ഒന്നും നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വീഡിയോ കറക്റ്റ് ആ സമയത്ത് അത് കയറിക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചാൽ അത് ഓട്ടോമാറ്റിക് കയറിക്കോളും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടൈം മാറ്റി അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയില്ല, എല്ലാം ഒരേ ടൈമിന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടി ചോദിക്കണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് സബ് ചെയ്യണേന്ന് പറയരുത്. അത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. സത്യം, നിങ്ങൾ എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല. ഒരാളുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഒരാളുടെ, അല്ലെങ്കിൽ സ്വന്തം വേറെ ഒരാൾ ലൈവ് പോകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഇത് വരും. പക്ഷേ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ പോയിട്ട് ആ വീഡിയോയുടെ ആവശ്യമുള്ള കമൻറ്റ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം നിലവാരം നമ്മൾ കളയുകയാണ്. അത് യൂട്യൂബിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല.
അതും നമ്മുടെ ചാനലിനെ അടിച്ചമർത്താൻ പറ്റുന്നൊരു സംഭവമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സായ യൂട്യൂബേഴ്സിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും വേറൊരാളുടെ ചാനലിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സബ് ചെയ്യണേ സബ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ പാടില്ല. നമുക്ക് ഒരുമിച്ച് ചില ആൾക്കാർ പറഞ്ഞ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അത് എന്നെ ആരും ദേഷ്യം പിടിക്കരുത്, എന്നോടാരും ദേഷ്യം തോന്നുന്ന കാര്യം സത്യമുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യൂ. സംഭവം ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ് ചെയ്താൽ സബ് കൂടും. പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും സബ് കൂട്ടിയിട്ടൊന്നും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. യൂട്യൂബ് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം എന്താ, ഒരു രക്ഷപ്പെട്ട് എന്തെങ്കിലും ഒരു നിലയിലെത്തണം, ഒരു പൈസ ഉണ്ടാക്കണം, നമ്മുടെ സാഹചര്യം മാറി ഒന്നും നല്ല നിലയിലെത്തണം, ഇതൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അല്ലാണ്ട് വെറുതെ ഇത് തമാശയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ടീമാണ് പിന്നെ അവർ വിചാരിക്കുന്നത് നമുക്കൊരു ടൈം പാസ് ആണെന്ന് വെച്ചിട്ട്. പക്ഷേ ഒരു 90% ആൾക്കാരും പാവപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെ രക്ഷപ്പെട്ടിട്ടൊരു രീതിയിൽ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യരുത്. ഒരിക്കലും ചാനലിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ വേറൊരു വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സബ് ചെയ്യണമെന്ന് പറയരുത്. നമുക്ക് സബ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ മോട്ടിവേഷനായിട്ട് പറയുന്നതിനായിട്ട് കൂട്ടിക്കും. അതായത് നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് വലിയ വലിയ യൂട്യൂബേഴ്സായിട്ട് മാറി പൈസ 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം രൂപ വരെ മേടിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തന്നെ. അപ്പം നമുക്ക് എന്തുകൊണ്ട് പറ്റൂല? നമുക്കും പറ്റും. നമ്മൾ പ്രയത്നിച്ചാൽ നമുക്കും പറ്റും. എല്ലാം പക്കായായിട്ട് ചെയ്യുവാണെങ്കിൽ യൂട്യൂബ് ചാനൽ കയറിക്കോളും, ഒരു സംശയമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ഞാൻ കയറ്റിയിട്ടുണ്ട്. എൻ്റെ മെയിൻ ചാനൽ നല്ല റീച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ, അതായത് 2 ദിവസം റിയൽ ടൈം വ്യൂ എല്ലാം കൂടെ ഏകദേശം 1 crore 1 കോടിൻ്റെ അടുത്ത് വ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം താന്നു. പക്ഷെ അത് ഓരോ സമയത്ത് ഓരോരോ സംഭവം കാരണം കയറുകയും താഴുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല എമൗണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു മാസം മേടിച്ചിട്ടുണ്ട്. നല്ല എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ചില സമയത്തൊക്കെ എല്ലാം ഏകദേശം മാസം പൈസ കിട്ടും. പക്ഷേ പൈസ കിട്ടുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. എന്താണ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്കും അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാര്യം ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും പോയിട്ട് സബ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത്. അത് മോശമാണ്. നമ്മുടെ സ്വന്തം ചാനലിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സബ് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് വീഡിയോ നല്ല കണ്ടന്റ് അടിപൊളിയായിട്ട് ഇടുക, ലോങ് വീഡിയോ എല്ലാം കണ്ടന്റ് റെഡിയാക്കി ഇടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാം. പിന്നെ ഞാൻ ഒരാളോട് ഞാൻ എന്നോട് ഇന്ന് 2-3 നാൾ ചോദിച്ചു സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെയാണ് വെക്കുന്നത്, വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോൺ ശരിയില്ല. കാരണം വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഫോൺ ഉണ്ടായിരുന്നു, അതായത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടിടുന്നത് അതിൻ്റെ കൂടെ. പക്ഷേങ്കിൽ ആ ഫോണിന് ചെറിയൊരു പ്രശ്നം പറ്റി, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. സബ്സ്ക്രൈബ് ബട്ടണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും. പിന്നെ അത് ഞാനൊരു വീഡിയോ ചെയ്യാം, എൻ്റെ ഫോൺ ശരിയായതിനു ശേഷം ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് അവസാനത്തെ പോയിന്റ്, 4ാമത്തെ പോയിന്റ്, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ്, 4 പോയിന്റ് ആണ്. 4ാമത്തെ പോയിന്റ്, വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇതുപോലെ തന്നെ ഇന്നലെ എന്നെ ഒരു ചേച്ചി വിളിച്ചു കേട്ടോ. ചേച്ചി ഞാൻ എല്ലാ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്, വീഡിയോ ഈ കണ്ടന്റ് ഉണ്ടാക്കി പറയുന്നത്. അതായത് എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നല്ലോണം വ്യൂ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയി കേട്ടോ, മൊത്തം പോയി. എനിക്കിഷ്ടമില്ലാത്ത കുറേ വീഡിയോ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ വീഡിയോസ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അത് വലിയ വ്യൂ ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ വ്യൂ ഒന്നും വരുന്നില്ല. അത് എനിക്ക് കാണുമ്പോൾ ബാക്കിയുള്ള വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഇട്ട വീഡിയോക്ക് തീരെ കുറച്ച് വീഡിയോക്ക് 3-5 വീഡിയോസിന് വ്യൂ ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് മറ്റുള്ള വീഡിയോൻ്റെ കൂടെ ഈ വ്യൂ ഇല്ലാത്ത വീഡിയോ വരും. ആരും കയറി കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ മോനെ. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് എന്തോ ഒരു ഇതൊക്കെയാണ്. ബാക്കിയുള്ള വീഡിയോക്കൊക്കെ 3000-4000 ഒക്കെ വ്യൂ ഉണ്ട്. ഷോർട്ടല്ല ലോങ് വീഡിയോ നല്ല വ്യൂ ഉണ്ട്. യൂട്യൂബ് ടിപ്സിൻ്റെ ചാനലാണ്. യൂട്യൂബ് ടിപ്സ് ആകുമ്പോൾ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ 3000-4000 ഒക്കെ വ്യൂ ഉണ്ട്. പക്ഷേ എൻ്റെ ചില വീഡിയോക്ക് 200-250. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം പിന്നെ ആര് കയറി നോക്കിയാലും എൻ്റെ ചാനലിന് നല്ല വ്യൂ ഉണ്ടല്ലോ, അപ്പം വീഡിയോ ഉള്ളതിനൊക്കെ നല്ല വ്യൂ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ചാനൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഒരു രക്ഷയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചാനൽ, വീഡിയോയ്ക്ക് വ്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചാനലിൽ നിന്ന് റെക്കമെൻഡേഷൻ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പോൾ തന്നെ യൂട്യൂബിൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ പോയി യൂട്യൂബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുവാണ്. അതായത് നമ്മൾ ഏത് ചെറിയ ചാനലായാലും ചെയ്ത് കഴിയുമ്പോൾ ഒരു 500 റെക്കമെൻഡേഷൻ എങ്കിലും ചെറിയ ചാനലിന് യൂട്യൂബ് ഓൾറെഡി എത്ര പേർക്ക് അയക്കാന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. നമ്മളത് വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈമിന് യൂട്യൂബ് ഈ പറഞ്ഞ 500 പേർക്ക് ഇടുവാണ്. 500 വലിയ ചാനലാണെങ്കിൽ 10,000, 10,000, 20,000 പേർക്ക് ഒരുമിച്ച് റെക്കമെൻഡേഷൻ പോവാണ്. അപ്പോൾ
അത്ര റെക്കമെൻഡേഷൻ വിട്ട് കഴിഞ്ഞ് പെട്ടെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ വീഡിയോയ്ക്ക് തമ്പനയിൽ ശരിയാക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന സംഭവം റെഡി ആയിട്ടില്ലല്ലോ, നമുക്കത് ഡിലീറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കൂടെ ഒന്നുകൂടെ അപ്ലോഡ് ആക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട്, അഥവാ എന്തെങ്കിലും വിട്ടു പോയാൽ തന്നെ അത് പിന്നെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റുന്നേ ഉള്ളൂ, അത് ഡിലീറ്റ് ചെയ്യാതെ ഒരിക്കലും. പെട്ടെന്ന് പോയി വീഡിയോ ഡിലീറ്റ് കഴിഞ്ഞാൽ ഇത്രയോ റെക്കമെൻഡേഷൻ അയച്ച യൂട്യൂബിനെ നമ്മൾ പരീക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. യൂട്യൂബിന് ട്രെഡിക്ക് ഇരട്ടിപ്പണി. നമ്മൾ സ്വന്തം വേറെ നമ്മുടെ കൂട്ടുകാരനെ നമ്മളോട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുമോ? അതായത് നമ്മൾ പോയിട്ട് എല്ലാവരെയും കല്യാണം വിളിച്ചു. ഒരു ഉദാഹരണം പറയാം, ഞാൻ കോമഡി ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കല്യാണം വിളിച്ചു, അടുത്തുള്ളവരെല്ലാം കല്യാണം വിളിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിക്ക് വിളിച്ചു. എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അതായത് റെക്കമെൻഡേഷൻ അയച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം എത്തി, ആൾക്കാർ വീട്ടിലെത്തി, എല്ലാവരുടെ അടുത്ത് റെക്കമെൻഡേഷൻ എത്തിയല്ലോ. അപ്പോൾ നമ്മൾ ഹൗസ് വാമിനെ വിളിച്ച് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പം ഇവർ പറയുക, ഇന്ന് ഹൗസ് വാമിങ് ഇല്ല, മാറ്റി വെച്ചേക്കോ കേട്ടോ. ആലോചിച്ച് നോക്കുക, നിങ്ങളാണെങ്കിൽ ക്ഷമിക്കുമോ? വരുന്ന നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ പഞ്ഞിക്കിട്ടിട്ട് പോകും. അതേപോലെ തന്നെയാണ് യൂട്യൂബിനെ നമ്മൾ എന്താ പറയുക, അധികം പരീക്ഷിക്കാൻ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് ഒരു കാലത്തും വെച്ചാൽ അത്രയ്ക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് അത്ര റിയൂസർ കണ്ടന്റ് ആയിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടുള്ളൂ, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം. അല്ലാതെ 3, 4, 5 വീഡിയോ ഒരുമിച്ച് കുത്തുന്നത് ഡിലീറ്റ് ആക്കി എനിക്ക് ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്, പിന്നെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ അതല്ല കാര്യം. ഞാൻ തമാശ രീതി പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒന്നാമത്തെ പറയുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എനിക്ക് വലിയ റീച്ച് കിട്ടി, എനിക്ക് ഈ ചാനലിനകത്തുനിന്ന് എനിക്ക് വലിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല സത്യമായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വലിയ ഉറപ്പ് നമ്മൾ ഈ ചാനൽ റീച്ച് ആകുമെന്നോ അങ്ങനെ വലിയതാവുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ ചാനലിനകത്ത് ഞാൻ ഫാമിലി വ്ലോഗ് വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കും, ചേട്ടാ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ചാനലിനകത്ത് ഇങ്ങനെ ഒരു ചാനൽ അതേപോലെ അങ്ങനെ ഒരു ചാനലിനകത്ത് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഞാനിങ്ങനെ വാട്സപ്പിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ടെക് ചാനൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ലളിതമായിട്ട് പറയുന്നതും കോമഡി പറയുന്നതൊക്കെ സാധാരണക്കാരാണ് നമ്മുടെ വീഡിയോ മൊത്തം കാണുന്നത്, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റേ ടെക് ചാനൽ ചെയ്യുന്ന ആൾക്കാർ പോലെ ഒന്നും ആയിരിക്കില്ല, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഞാൻ വർത്തമാനം പറയുന്ന ശൈലിയിലും പറഞ്ഞു തരുന്ന ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷല്ല, ചിലപ്പോൾ മലയാളത്തിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ടെക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്നെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അതേപോലെയാണ് ഞാൻ ഇവിടെ വീഡിയോ പറയുന്നത്. അപ്പം ചിലർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ ഇംഗ്ലീഷ് അറിയാൻ വലിയ ടെക് വീഡിയോസിലെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെക്കുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സാധാരണക്കാർക്ക്, നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് പെട്ടെന്ന് കാര്യം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണം, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഗൈസ്, ഈ 4 തെറ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ ആവർത്തിക്കരുത്. ഇതാ ഞാൻ പറഞ്ഞുതരാം. സ്വന്തം പ്രൊഫൈലിൽ കയറിയിട്ട് വീഡിയോ കാണാൻ പാടില്ല, ഒന്നാമത്തത്. രണ്ടാമത്തെ, ടൈം മാറ്റി അപ്ലോഡ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, മറ്റുള്ളവരുടെ വീഡിയോയ്ക്കടിയിൽ സബ് പറയാൻ പാടില്ല. ഓക്കെ, അടുത്ത 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ 100% ചെയ്യരുതെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ താഴോട്ടല്ലാണ്ട് മേലോട്ട് ഒരിക്കലും നമ്മൾ ഒരിക്കലും റീച്ച് ആകാണ്ടിരിക്കാനല്ലോ, നമ്മൾ താഴോട്ട് പോരാനല്ലോ, നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. തളർന്നു പോയി ഗൈസ്, എന്നാ പറഞ്ഞാലും ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ഗൈസ് ഒന്നും പറയില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ മറ്റേ ലോങ് വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലെ ലോങ് വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗൈസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തോട്ടൊരു ഗൈസ് കയറി വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വേറെ എന്നാ പറയുന്നത്, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്, നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും മസ്റ്റാണ്. നിങ്ങൾ ഓരോ ലൈക്ക് ഇട്ടേക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേര് വീഡിയോ കാണുന്നുണ്ടോ എല്ലാവരും പോയിട്ടൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇതാണ്, ഈ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, അതിൻ്റെ അകത്തു നിന്നൊരു വരുമാനമൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന ആകെയുള്ളൊരു സന്തോഷം ആ ഒരു കമൻറ്റാണ്. നിങ്ങളുടെ കമൻറ്റാണ്, ലൈക്കാണ് എൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു. ഇനിയും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, അധികം ആൾക്കാർ ഇട്ടിട്ട് പോകും. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം. ബൈ.